യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം. ഹാലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദിയുടെ സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിയൻ്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും ഓരോ നിമിഷവും അതിശയമായ അത്ഭുതമായിട്ട് ദൈവം നമ്മെ കാക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമ്മെ കരം പിടിച്ച് വഴി നടത്തും. സ്തോത്രം. നമ്മെ ഒറ്റയ്ക്ക് വിടാത്ത ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മൾ നടക്കേണ്ടുന്ന പാത കാണിച്ചു തന്ന് നമ്മുടെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് നമുക്ക് വേണ്ടതൊക്കെയും തന്ന് ദൈവം തമ്മിൽ നമ്മെ പരിപാലിപ്പാൻ ശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഉറപ്പോടും ധൈര്യത്തോടുമായിരിക്കുക. സർവശക്തനായ ദൈവം നമ്മെ ഒരു നാളും കൈവിട്ട് കളയുകയല്ല, ഉപേക്ഷിച്ച് കളയുകയല്ല. ആമേ. സ്തോത്രം. വേഗത്തെ തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഈ പ്രഭാതത്തെ സ്തോത്രം. പ്രതീക്ഷ നഷ്ടപ്പെടരുത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെടും. ആമേ. സ്തോത്രം. നമ്മൾ കുറച്ച് നാളൊക്കെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോകും, അല്ലെങ്കിൽ സാധ്യതകൾ എന്തെങ്കിലും ഉള്ളതൊക്കെയും നമ്മുടെ മുമ്പിൽ മങ്ങി തുടങ്ങുന്ന ടൈമിൽ നാം ചിന്തിക്കും, ഇനി ഇതിന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇതിനകത്ത് മറുപടി കിട്ടാൻ ചാൻസില്ല എന്ന് പറഞ്ഞ് നമ്മൾ പ്രതീക്ഷകൾ കൈവിടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, പ്രതീക്ഷ കൈവിടരുത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വേഗത്തിൽ വെളിപ്പെടും. സ്തോത്രം. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഏറെ നാളായി കണ്ണുനീരോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന, കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുടെ മറുപടികൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തി തരാൻ ശക്തനായി കൂടെയുണ്ട്. ദൈവപ്രവൃത്തി നാം കാണുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് വചനത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ വചനത്തിൽ കാണും, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാനായിട്ട്. പ്രിയ ദൈവമക്കളെ സ്തോത്രം. മടുപ്പുകൾ, നിരാശകൾ കടന്നു വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മടുപ്പുണ്ട്. ഇനി എന്തിനു പ്രാർത്ഥിക്കണം? ഇത്രയും നാളായി ഞാൻ കാത്തിരിക്കും. നമുക്കൊരു കാലം പറയാനുണ്ട്, ഇത്രയും കാലം. പക്ഷേ ആ കാലം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതെന്ന് തിരുവചനത്തിൽ വ്യക്തമായി കാണുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അതിന്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ദൂതൻ അവനോട് പറഞ്ഞത്, സഖരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്നു പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധി വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മ കൊണ്ട് നിറയും. ആമേ. സ്തോത്രം. ഇവിടെ ഈ തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, സെഖരിയാവിനോട് കർത്താവിന്റെ ദൂതൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനായിട്ടുള്ള, ഏറെ നാളായി കണ്ണുനീരോട് ദൈവസനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഉത്തരമായി. ഈ പകൽക്കാലം വിശ്വസിക്കുക പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ ഈ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അതിന്റെ ആരംഭത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇരുവരും ദൈവസന്നി നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളും ന്യായങ്ങളും കുറ്റമില്ലാത്തവരായി നടക്കുകയായിരുന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നു. പക്ഷെ അവരുടെ ജീവിതത്തിൽ എന്തെന്ന്, എലിസബത്ത് മച്ചിയാക്ക കൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു. ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നു. അപ്പൊ അവരുടെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് അവിടെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവര് അവര് ദൈവസ്വനിൽ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവസ്വനിൽ അവരെന്തായിരുന്നു? നീതിയുള്ളവരായിരുന്നു, കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളും കുറ്റമില്ലാത്തവരായിട്ട് നടക്കുന്നവർ ആയിരുന്നു. അതായിരുന്നു അവരുടെ സ്വഭാവത്തെ പറ്റി പറയുന്നു. അടുത്ത് കാണുന്നു, അവർ എന്ത് ചെയ്തു? അച്ചിയാക്കിയായിരുന്നു. അവർക്ക് എന്ത് ചെയ്യുന്നു? സന്തതി ഇല്ലായിരുന്നു. ഇരുവരും വയസ്സ് ചെന്നിരുന്നു. നിസ്സാരമായിട്ട് നമുക്ക് അവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പക്ഷെ ഈ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, വാർദ്ധക്യത്തിലാണ്, മക്കളില്ല. ഈ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോഴും അവർ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്തു? നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ല
കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു. പ്രിയ ദൈവപൈതലേ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കണമെങ്കിൽ തിരുവചനത്തിൽ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന്റെ സന്നിധി നീതിയുള്ളവരായിട്ടിരിക്കണം. കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായിട്ട് നടക്കണമെന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ല. അതേ സ്തോത്രം, അച്ചിയെ നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. അപ്പൊ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. കാരണം എന്താണ്? അവർ ഏറെ നാള് വാർദ്ധക്യത്തിലായിരിക്കുകയാണ്. അപ്പൊ 1-2 വർഷം കൊണ്ടല്ല അവർക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുന്നത്. മച്ചിയായിരിക്കുന്ന അനുഭവത്തിൽ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുമ്പോൾ വർഷങ്ങളുടെ ഒരു പഴക്കം, ഒരു ഹിസ്റ്ററി അവരുടെ ജീവിതത്തിൽ പറയാനായിട്ട് കാണും. പക്ഷേ ആ ഹിസ്റ്ററി അവരുടെ മുമ്പാകെ അവിടെ നിൽക്കുമ്പോഴും നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവത്തിന്റെ പുരോഹിത ശുശ്രൂഷ ചെയ്തു വന്നു. സ്തോത്രം. അവിടെയാണ് പ്രിയ ദൈവമക്കളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് മറുപടി കിട്ടിയില്ല എങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ പറയും, ഇനിയിപ്പോ ഇത്രയൊന്നും പ്രാർത്ഥിക്കേണ്ട, ഇത്രയൊന്നും കർത്താവിന് വേണ്ടി ചെയ്യേണ്ട. പലയിടത്തും നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഓടി മാറാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, വാർദ്ധക്യത്തിലാണ്, മച്ചിയാണ്, കുഞ്ഞുങ്ങളില്ലാത്ത അനുഭവങ്ങളുണ്ട്. പക്ഷേ അവരെന്ത് ചെയ്യുന്നു? കൂറിന്റെ ക്രമപ്രകാരം ശുശ്രൂഷ ചെയ്തു വന്നു. ആ ഒരു കാലഘട്ടത്തെ നമുക്കവിടെ കാണിക്കുന്നു. ഇവിടെ 23-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുന്നു, അവന്റെ ശുശ്രൂഷക്കാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ഇതാ പ്രിയ ദൈവമക്കളെ ഞാൻ പറയാൻ വന്നത്, അവന്റെ ശുശ്രൂഷക്കാലം തികഞ്ഞ ശേഷം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഇവരുടെ ജീവിതത്തിൽ പറയാൻ വാർദ്ധക്യമാണ്, കുഞ്ഞുങ്ങൾ ലഭിക്കാതിരിക്കുന്ന ഒരു ടൈമാണ്. പക്ഷേ ദൈവത്തിന്റെ തന്നെ നീതിയുള്ളവരാണ്, കർത്താവിന്റെ സകല കൽപ്പനകളിൽ ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി ജീവിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ തലമുറയില്ലാതെ ആയിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഈ ഒരു അനുഭവം ഇവരുടെ ജീവിതത്തിൽ നിൽക്കുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഇവര് കർത്താവിന്റെ സന്നിധി ശുശ്രൂഷ ചെയ്തു വന്നു. ശുശ്രൂഷക്കാലം തികഞ്ഞ ശേഷം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നാളുകളായി പ്രാർത്ഥിച്ചിട്ട് അതേ മറുപടി ഇല്ലാതെ ഇരിക്കുമ്പോഴും ഒരു കാലം ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുണ്ട്. ആ കാലം എന്ന് പറയുന്നത് നമുക്ക് സ്തോത്രം, നമ്മുടെ സാധ്യതകളോ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ സിറ്റുവേഷനോ ഒന്നും നോക്കിയല്ല പ്രവർത്തിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നാം എത്തുമ്പോൾ ആ ഒരു കാലം ദൈവത്തിന്റെ വാഗ്ദത്തം അല്ലെങ്കിൽ ദൈവ പ്രവർത്തിക്കുള്ള ഒരു ടൈമുണ്ട്. ആ ടൈം വരെ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ചിലതൊക്കെ തികയ്ക്കുവാനുള്ള ഒരു സമയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർ ഈ പകൽക്കാലം സ്തോത്രം അതിന് ധൈര്യപ്പെടുന്നുണ്ട്? അത് നാം ഉറങ്ങിക്കളയുവാനായിട്ടുള്ളതല്ല, നിരാശപ്പെട്ടിരിക്കേണ്ട ടൈമല്ല, ഭാരപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് ദൈവത്തിന്റെ കൽപ്പനകളോട് കൂറ് കാണിക്കാതെ നടക്കേണ്ട ഒരു ടൈം അല്ല. സ്തോത്ര. ശുശ്രൂഷക്കാലം തികയ്ക്കേണ്ട ഒരു ടൈമാണ്. അവിടെ കാണുവാൻ സാധിക്കുന്നു, അവന്റെ ശുശ്രൂഷക്കാലം തികഞ്ഞ ശേഷം. ഇന്ന് ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, നാളുകളായി നിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് ചില മറുപടി ഇല്ലാതെ വർഷങ്ങളായി എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ആ ഒരു ടൈമിനകത്ത് നമ്മൾ ദൈവവുമായിട്ട് എങ്ങനെ ആയിരുന്നു? കർത്താവ് നമ്മൾ ഏൽപ്പിച്ചത് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞോ? ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ അടുത്ത ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു, അതിന്റെ ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാൾ ഇങ്ങനെ ചെയ്തു തന്നു എന്ന് പറഞ്ഞു. പ്രിയതേ മക്കളെ, അവിടെ എന്ത് ചെയ്യുന്നു? എലിസബത്ത് നിന്ന് അനുഭവിക്കാതെ ഒരു ടൈമിലല്ല ശുശ്രൂഷ ചെയ്തത്. അവൾ ഒത്തിരി നിന്നെ അനുഭവിച്ചു. അവിടെ എഴുതുന്നില്ലെങ്കിലും ഒടുവിൽ അവൾ പറയുവാനായിട്ട് എലിസബത്ത് പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ ആ ഒരു നിന്ന അനുഭവിക്കുന്ന സമയത്ത് പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു അവരുടെ ശുശ്രൂഷക്കാലം. പക്ഷെ ആ ശുശ്രൂഷക്കാലം അവർ തികച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവപൈതലെ നാം ചിന്തിക്കുക. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ചില വിഷയത്തിന് മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിന്ദിക്കുന്നവർ കാണുമായിരിക്കാം, പരിഹസിക്കുന്നവർ കാണുമായിരിക്കാം. പക്ഷേ ദൈവം നമ്മൾ ഏൽപ്പിച്ചത് നാം ചെയ്യുന്നുണ്ടോ എന്ന് ഈ പകൽക്കാലം തിരിഞ്ഞു നോക്കുക. അത് ചെയ്ത് തീർക്കുവാനായിട്ടുള്ള ഒരു ബാധ്യത നമ്മുടെ മേൽ ഉണ്ട്. തികയ്ക്കേണ്ട ഉത്തരവാദിത്വം കർത്താവ് ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പറയും,
എല്ലാം കിട്ടട്ടെ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടട്ടെ, ഉത്തരം കിട്ടിയതിന് ശേഷം ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. പ്രിയ ദൈവമക്കൾ, ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുന്നു, അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത ശേഷമല്ല അവരുടെ ശുശ്രൂഷ ചെയ്തത്, ശുശ്രൂഷ തികച്ചത്, മറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അത് തികച്ച ശേഷം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചില ഇടവേളകൾ മറുപടി തരാതിരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് നമ്മൾ ചിലത് ചെയ്ത് തീർക്കേണ്ട ടൈം അത്രേ. സ്തോത്രം. ദൈവം നമ്മെ പണിയുന്ന ടൈം ആയിരിക്കും, ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മുടെ മേലിലേക്ക് പകർന്നു തരുന്ന ഒരു ടൈം ആയിരിക്കാം. ആ ഒരു പീരീഡ്, ഒരു ടൈം, ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സ്തോത്ര, അതേ സ്തോത്ര, ദൈവത്തിന് എന്തൊക്കെയോ നമ്മുടെ മേൽ ചെയ്യേണ്ട ഒരു ടൈമാണ്. അത് ചിലപ്പോൾ കർത്താവിന്റെ ശുശ്രൂഷ നാം ചെയ്യേണ്ട ടൈം ആയിരിക്കാം, കർത്താവിന്റെ സനിലേക്ക് അടുത്തു വരേണ്ടതിനായിട്ട് നാം പണിയപ്പെടുന്ന ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വിശുദ്ധി പ്രാപിക്കേണ്ട ടൈം ആയിരിക്കാം. ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട ടൈമല്ല. ആ ഒരു ടൈം നമുക്ക് കൃത്യനിഷ്ഠതയോട് കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യും? നമ്മുടെ നിന്ദകളെ ദൈവം ഉരുട്ടി മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. അതേ, വർഷങ്ങളായിട്ട് ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ മറുപടി ചിലപ്പോൾ കണ്ടില്ലായിരിക്കും. ഭാരപ്പെടേണ്ട, തിരിഞ്ഞു നോക്കിയ വർഷങ്ങളുണ്ട്. പക്ഷെ ആ വർഷം നമുക്ക് പറയണം, ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന്റെ സനി വിശ്വസ്തയോടെ ആയിരുന്നു, ഞാൻ ദൈവത്തിന്റെ സനിൽ ഹല്ലേലൂയ പരമാർത്ഥതയോട് കർത്താവ് ഏൽപ്പിച്ചത് ചെയ്തു എന്ന് പറഞ്ഞ് പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ തയ്യാറാകുമ്പോ പിന്നെ നീ നിന്ദിക്കപ്പെടുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കില്ല. ഹല്ലേലൂയ. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു ടൈം ഉണ്ട് പ്രിയ ദൈവത്തിലെ. അത് കഴിഞ്ഞ് നീ നിന്നെയും ചുമക്കേണ്ടി വരികയില്ല, നിന്റെ തല ഉയരുവാനായിട്ട് ഇടയായി തീരും. അവിടെ കാണുവാൻ സാധിക്കുന്നു, ആ ശുശ്രൂഷക്കാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. സ്തോത്രം. ദൈവത്തിനൊരു ടൈമുണ്ട്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ പറയും, വാർദ്ധക്യത്തിലായി, വർഷം ഇത്ര കഴിഞ്ഞു, ഇനിയാണോ ദൈവം പ്രവർത്തിക്കുന്നത്? നമ്മുടെ ആയുസിനെ മധ്യാഹ്നം പോലെ പ്രകാശിപ്പിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം അത്രേ. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു, മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. അപ്പോൾ അവളുടെ മച്ചി എന്നുള്ള പേര്, അതേ സ്തോത്ര, ആ ദേശത്ത് കാണുമായിരിക്കാം, നിന്ദിക്കപ്പെടുന്ന അനുഭവങ്ങൾ കാണുമായിരിക്കാം. അതേ, ശുശ്രൂഷയ്ക്കായി കടന്നു പോകുമ്പോ അതേ ഒരു കുഞ്ഞുങ്ങളില്ല, എന്നിട്ട് കണ്ടില്ലേ ശുശ്രൂഷയ്ക്ക് പോണ ഒത്തിരി നിന്നയും പരിഹാസവും ഒക്കെ എലിസബത്ത് കേട്ട് കാണും. പക്ഷേ പ്രിയ ദൈവ പൈതലേ, അവരുടെ ശുശ്രൂഷക്കാലം അവര് തികച്ചു. ഹല്ലേലൂയ. അവരുടെ ശുശ്രൂഷക്കാലം തികച്ചു. പ്രിയ ദൈവമക്കളെ, ചില മറുപടികൾ കിട്ടിയില്ല എന്ന് ഓർത്ത് നിന്നെ ഏൽപ്പിച്ചത് നീ മുടക്കിക്കളയേണ്ട വ്യക്തിയല്ല. സ്തോത്രം. നീ ചെയ്യേണ്ടത് തികച്ചു കഴിയുമ്പോൾ, സ്തോത്രം, നിന്നെ അപമാനിച്ചവരുടെ മധ്യത്തിൽ, നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ, നിന്നെ പരിഹസിച്ചവരുടെ മധ്യത്തിൽ, ഹല്ലേലൂയ, അതേ സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ കുത്തി മുറിവേൽപ്പിച്ചവരുടെ നടുവിൽ, സ്തോത്ര, ദൈവം തമ്പുരാൻ നിന്നെ മാനിക്കുവാനായിട്ട് ഇടയായിത്തീര. നിന്നെ വേദനിപ്പിച്ചവർക്ക് ലഭിക്കാത്ത ചില ഉയർച്ചകൾ, നിന്നെ വേദനിപ്പിച്ചവർക്ക് ലഭിക്കാത്ത ചില പദവികൾ, ഹല്ലേലൂയ, യേശു കർത്താവിന്റെ വരവിന് വേണ്ടി, സ്തോത്രം, പാത ഒരുക്കേണ്ടതിനെ, അതേ സ്തോത്രം, ഹല്ലേലൂയ, എലിസബത്തിന്റെ ഉദരത്തിനകത്ത് ചുമക്കുക ദൈവ ഭാഗ്യം കൊടുത്തുവെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, സ്തോത്രം, ഹല്ലേലൂയ, ചില ഭാഗ്യ പദവിയിലേക്ക് നിന്നെ എത്തിക്കുന്നതിന് വേണ്ടി എത്ര സ്തോത്രം ദൈവം ഒരു കാലം നിശ്ചയിച്ചിരിക്കുന്നത്. ആ കാലം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്, സ്തോത്രം, നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനോട് ചോദിക്കണം, ദൈവത്തോട് ചോദിക്കണം. സ്തോത്രം. എന്റെ ജീവിതത്തിനകത്ത് ഒരു 4.5 വർഷം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടു, നിരാശപ്പെട്ടു, ഒരു സൈഡ് നിന്നേ പരിഹാസം ഒക്കെ ഞങ്ങൾ കേട്ടു. പക്ഷേ അവിടെ എനിക്ക് പറയാനായിട്ട് കഴിയും, എന്ത് ചെയ്യുന്നു, ആ ഒരു ടൈം എന്ന് പറയുന്നത് കർത്താവിനെ പണിതെടുത്ത ഒരു ടൈമായിരുന്നു. സ്തോത്രം. കർത്താവിന്റെ ഹൃദയത്തിൽ എന്നെ കുറിച്ച് എന്താണ് പദ്ധതിയായിരുന്നത്, ആ ഒരു പദ്ധതിയിലേക്ക്, സ്തോത്ര, കർത്താവ് എന്നെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ടൈമായിരുന്നു. അങ്ങനെയൊക്കെ പ്രാർത്ഥനയില്ലാതെ നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് വെറുതെ ദൈവം നമ്മുടെ മുമ്പിൽ തരുന്നതല്ല. അതെ, ചിലതിനകത്ത് നമ്മെ പണിയാനായിരിക്കും, ചിലത് തികയ്ക്കേണ്ടതിന് വേണ്ടിയായിരിക്കും. സ്തോത്ര. അത് നമ്മൾ കഴിഞ്ഞ ശേഷം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കർത്താവെ, ഞാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ട ഞാൻ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിത്തീരാമെന്നുള്ള ആ ഒരു സമർപ്പണം കർത്താവിന് ആവശ്യമായിരുന്നു. ആ ഒരു സമർപ്പണം തികയ്ക്കുവാൻ ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കയറുവാൻ കഴിഞ്ഞപ്പോൾ ദൈവത്തിലെ പിന്നെ ഞാൻ നിന്ദിക്കപ്പെടാൻ ആ വിഷയത്തിനകത്ത് ദൈവം ഇടയാക്കിയില്ല. ആ മാസം എന്റെ ദൈവം ജീവിതത്തിൽ ചെയ്തു. ഇവിടെ കാണുന്നു, അവരുടെ ശുശ്രൂഷക്കാലം തികഞ്ഞ ശേഷം
അപ്പൊ ചിലത് തികയ്ക്കേണ്ടതായിട്ടുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുക. അതേ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്നോർത്ത് നമ്മൾ നിരാശപ്പെട്ടും ആകുലപ്പെട്ടോ വേദനിച്ച് ചെന്ന് മാറി നിൽക്കുവാനല്ല. സ്തോത്രം. വേദനയുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ അതിന്റെ നടുവിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. അത് നാം വിശ്വസ്തയോടെ ആയിരിക്കാം. അത് നാം പരമാർത്ഥതയോടെ, അവിടെ വചനത്തിൽ പറയുന്നു, കൂറിന്റെ ക്രമപ്രകാരം ദൈവസനി പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അവര് യാതൊരു പിറുവെറുപ്പോ നിരാശകളോ ഒന്നും കൂടാതെ വേണം കർത്താവിന്റെ ശുശ്രൂഷ അവർ ഭംഗിയായി ചെയ്തു. ആ ശുശ്രൂഷക്കാലം തികഞ്ഞ ശേഷം നമുക്കറിയാം, നമ്മൾ ചില വിടുതലുകളൊക്കെ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള പറയും, അവരോട് നമ്മൾ എങ്ങനെ കർത്താവിനെ കുറിച്ച് പറയും. അതേ സ്തോത്രം, എന്റെ ജീവിതത്തിനകത്ത് ആ വിടുതലില്ല എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഒഴിഞ്ഞു മാറുന്നുണ്ട്. പ്രിയ ദൈവത്തിലല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു ഉദാഹരണമായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്, എലിസബത്ത് മച്ചിയാക കൊണ്ട് അവൾക്ക് സന്തതി ഇല്ലായിരുന്നു എന്ന് വ്യക്തമായിട്ട് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ആ ഒരു ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? അവർ ദൈവവേല ചെയ്തത്. അവർക്കൊരു കുഞ്ഞിനെ കിട്ടിയിട്ടല്ല അവരുടെ ശുശ്രൂഷക്കാലം തികച്ചത്. പ്രിയ ദൈവത്തിലെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മൾ പറയും എനിക്ക് മറുപടി കിട്ടിയില്ല, വർഷങ്ങളായി. ആ കാലഘട്ടത്തെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക. സ്തോത്രം. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കും. നീ നിരാശപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ വചനത്തിൽ വീണ്ടും കാണുവാൻ സാധിക്കുന്നു, ആ നാളുകൾ കഴിഞ്ഞിട്ട്. അപ്പൊ ഒരു കാലം കഴിയും പ്രിയ ദൈവം, ഒരു നാള്. അത് കുറച്ച് നാളുകൾ നമ്മൾ വേദനിക്കുവാനും പ്രയാസപ്പെടാനൊക്കെ നമ്മുടെ മുമ്പിൽ കാണുമായിരിക്കും. പക്ഷേ ആ നാള് എന്നും നമ്മുടെ മുമ്പിലായിരിക്കില്ല. ആ നാളുകൾ കഴിയും. സ്തോത്രം. നമ്മൾ നിന്നെ അനുഭവിച്ച, നമ്മൾ വേദന അനുഭവിച്ച, മറ്റുള്ളവരുടെ മുമ്പാകെ സ്തോത്രം തല കുനിച്ച് നടക്കേണ്ടി വന്ന ഒരു നാളുണ്ട്, നമുക്ക് പറയാൻ കാണും. പക്ഷെ ആ നാളുകൾ കഴിയും. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. സ്തോത്രം. എന്നും മച്ചി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട്, ഇല്ലെങ്കിൽ എന്നും നിനക്ക് രോഗമാണ്, എന്നും നിനക്ക് ഭാരമാണ്, എന്നും നിനക്ക് പ്രതിസന്ധിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ദൈവം അനുവദിക്കില്ല. ആ കാലം കഴിയും. യേശുവിന്റെ നാമത്തെ ഈ പകൽക്കാലം ചിലരുടെ ജീവിതത്തിനകത്തുനിന്ന് ചില നാളുകളെ ദൈവം തമ്പുരാൻ മാറ്റിവിടുകയാ. സ്തോത്രം. കരഞ്ഞുകൊണ്ടിരുന്ന ഒരു നാളുകൾ, അതേ സ്തോത്രം, നിന്നെ അനുഭവിച്ച നാളുകളെ, വേദന അനുഭവിച്ച നാളുകളെ ദൈവം തമ്പുരാൻ മാറ്റിവിടുക. ഒരു കാലഘട്ടത്തെ ദൈവം തമ്പുരാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവിടെ കാണുന്നു, ആ നാളുകൾ കഴിഞ്ഞിട്ട്. പ്രിയ ദൈവത്തിനെ ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയുക, ആ നാളുകൾ കഴിഞ്ഞു. എന്റെ കരച്ചിന്റെ നാളുകൾ കഴിഞ്ഞു. എന്റെ നിന്നയുടെ നാളുകൾ കഴിഞ്ഞു. എന്റെ വേദനയുടെ നാളുകൾ കഴിഞ്ഞു. ഇനി ഒരു വിടുതന്റെ ടൈം അത്രേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ കാണുന്നു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാ. ഹല്ലേലൂയ. കർത്താവിനെ കടാക്ഷിച്ച നാളിൽ പ്രിയതേ മക്കളെ, കർത്താവിന്റെ കടാക്ഷം നിങ്ങളുടെ മേൽ വെളിപ്പെടും. മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന നിന്ന അവളെ ഒത്തിരി വേദനിപ്പിച്ച് കാണുമായിരിക്കും അവളെ ശുശ്രൂഷയ്ക്ക് കടന്നു പോകുമ്പോ. പക്ഷെ പ്രിയതേ മക്കളെ, പിറുവിറുപ്പ് കൂടാതെ വണ്ണം അതേ കൂറിന്റെ ക്രമപ്രകാരം അവർ ശുശ്രൂഷകൾ മുന്നോട്ട് പോയി. ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന നിന്ന, ഓ ജീസസ്, ഹല്ലേലൂയ. ഈ പൽക്കാലം ഹല്ലേലൂയ, ഒത്തിരി നിന്നയുടെ പരിഹസത്തിന്റെ മധ്യത്തിലും കർത്താവിന് വേണ്ടി നിൽക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ നിന്ന മാറ്റുവാൻ ടൈമായി. ഇനി നിന്നെയും ചുമന്ന് നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. മനുഷ്യരുടെ ഇടയിലുണ്ടായിരുന്ന നിന്ന യേശുവിന്റെ നാമത്തിൽ ചിലരുടെ ജീവിതത്തിനകത്തുനിന്ന്, ചില കുടുംബങ്ങളുടെ അകത്തുനിന്ന്, ചില തലമുറയുടെ അകത്ത് നിന്ന് ഹല്ലേലൂയ എന്റെ കർത്താവ് ഈ പകൽക്കാലം എടുത്തു മാറ്റുകയാ. മറുപടി വെളിപ്പെടുത്തുന്ന കർത്താവിന്റെ കര, നിന്റെ ഏറെ നാളത്തെ പ്രാർത്ഥനയുടെ മറുപടി, അതേ വർഷങ്ങളായി കാത്തിരിക്കുന്ന ചില പ്രാർത്ഥനയുടെ മറുപടി. ഹല്ലേലൂയ. നീ ചോദ്യം ചെയ്യാതെ കർത്താവിന് വേണ്ടി നിന്നില്ലേ? നീ ഹല്ലേലൂയ പിറുപിറുക്കാതെ കർത്താവിന് വേണ്ടി നിന്നില്ലേ? പ്രിയ ദൈവ പൈതലേ, നിന്നെ മറന്നു കളയുന്ന ഒരു കർത്താവല്ല, നിന്നെ മാറ്റിവിടുന്ന ഒരു കർത്താവല്ല, നിന്നെ എന്ന് നിന്നെ കേൾപ്പിച്ചു കൊടുക്കുന്ന ഒരു കർത്താവല്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായിട്ട് എന്റെ കർത്താവ് ഇറങ്ങി വരും. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ശുശ്രൂഷ കഴിഞ്ഞ് വന്നപ്പോഴും കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു കാണുമായിരിക്കും, ഇത്ര നാളൊക്കെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്ത് കണ്ടില്ലേ, ഒരു കുഞ്ഞില്ല, വാർദ്ധക്യമായി. പ്രിയതേ മക്കളെ, സ്തോത്രം.
ആ വാക്കുകളെ ദൈവം തമ്പുരാൻ തിരുത്തി, മച്ചി എന്നുള്ള വാക്ക് തിരുത്തിയിട്ട് ഇതാ സ്തോത്രം, മച്ചി എന്ന് പറഞ്ഞവൾക്ക് 6-ാം മാസം മച്ചിയായവളെ വീട്ടിലെ അമ്മയായി, മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ കരം. ചില വാക്കുകൾ, ഹല്ലേലൂയ, ചില പേരുകൾ നിന്നെ സമൂഹത്തിന്റെ മധ്യത്തിൽ ഇട്ടിരിക്കുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിരാശപ്പെട്ടു പോകാതെ, ആകുലപ്പെട്ടു പോകാതെ, നിന്നെ ഏൽപ്പിച്ചത് നീ പരമാർത്ഥതയോടെ ചെയ്തു തീർക്കുവാൻ തയ്യാറാകുമ്പോ നിന്റെ പേരിനെ സ്വർഗത്തിലെ ദൈവം മാറ്റിക്കളയും. ഹല്ലേലൂയ. ലോകമിട്ട പേര്, അത് ലോകമല്ല മാറ്റാൻ പോകുന്നത്, എന്റെ അപ്പൻ അങ്ങ് മാറ്റിക്കളയും യേശുവിന്റെ നാമത്തെ. അതെ, ചിലരുടെ പേരുകളെ ദൈവം തമ്പുരാൻ മാറ്റാൻ പോകുക. സ്തോത്ര. മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കിയെന്ന് തിരുവചനത്തിൽ കാണുമ്പോ, അതേ സ്തോത്രം, ഈ പ്രഭാതത്തിലും സ്തോത്രം, ചില വിഷയങ്ങളുടെ നടുവിൽ എന്തോർത്ത് ഭാരപ്പെട്ടും നിരാശപ്പെട്ടും ആകുലപ്പെട്ടും വർഷങ്ങളായിട്ട് ഇരിക്കുന്നവരായിരിക്കാം. അവരോട് ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, സ്തോത്രം, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു സ്വർഗമുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ ശുശ്രൂഷ കാലം, ഹല്ലേലൂയ, ഒരു കാലമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ കാലം സ്തോത്രം നമ്മൾ തികയ്ക്കുക. അത് ചിലപ്പോൾ നമുക്ക് കണ്ണ് വേദനിക്കുന്നതായിരിക്കാം, നമ്മൾ പണിയപ്പെടുന്ന ടൈമായിരിക്കാം, ചില നിന്ദകൾ അനുഭവിക്കുന്ന ടൈമായിരിക്കാം. പക്ഷെ ആ കാലത്തിനകത്ത് സ്തോത്രം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്തോത്രം, ചിലത് ഈ പകൽക്കാലം അങ്ങനെ തന്നെ പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, ചില ശുശ്രൂഷക്കാലം തികയ്ക്കുവാൻ തയ്യാറാകുക. സ്തോത്രം, ഹല്ലേലൂയ. കാലം കഴിഞ്ഞ് ശുശ്രൂഷക്കാലം, അവരുടെ ശുശ്രൂഷക്കാലം തികച്ചു. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഏറെ നാളായി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ എന്റെ സ്വർഗത്തിലെ ദൈവം വേഗത്തിൽ മറുപടി തന്ന് അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അതേ ദൂതൻ അവനോട് സഖരിയ അവനോട് പറയുന്നുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കാമോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്തെ, അതേ മച്ചി എന്ന് പറഞ്ഞ ഭാര്യയെ പറ്റിയ പറയുന്നത്, അതേ സ്തോത്രം, നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹനാൻ എന്ന് പേർ ഇടയണം. സ്തോത്രം, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്ദകളും വേദനകളും അനുഭവിച്ചും കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവ പൈതലേ, ചില വേദനയുടെ മധ്യത്തിലും ഹല്ലേലൂയ ക്ഷീണിച്ചു പോകാതെ, അതേ സ്തോത്രം, പ്രാർത്ഥനയുടെ മറുപടി നോക്കാതെ കർത്താവിന്റെ സന്നിധി നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ചില മറുപടികൾ വരുമ്പോ നിങ്ങൾ സന്തോഷിക്കുവാനായിട്ടിടയത്തിലും നിങ്ങൾ മാത്രമല്ല, സ്തോത്രം, അതേ സ്തോത്രം, പലരും സന്തോഷിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വളരെ നാളത്തെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുമ്പോ പലരും സന്തോഷിക്കും. അവര് ശുശ്രൂഷിച്ചു, അവര് കർത്താവിന് വേണ്ടി നിന്നു, ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഏറ്റവും വലിയൊരു ഭാഗ്യമത്രേ, സ്തോത്രം, ഒരു ദൈവ പ്രവൃത്തി കണ്ട് ചിലർ സന്തോഷിക്കാൻ പോകുക. പ്രാർത്ഥനയുടെ മറുപടി ഇല്ലാത്തൊരു ടൈമിനെ മാറ്റിയിട്ട്, അതേ നിന്റെ ശുശ്രൂഷയുടെ ഒരു കാലം തികഞ്ഞു. ഹല്ലേലൂയ. അതേ സ്തോത്രം, നിന്ദകളെ മാറ്റുന്ന ഒരു ടൈം ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ പോകുക. അങ്ങനെയൊക്കെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, അതേ പ്രതീക്ഷകൾ കൈവിട്ട് കളയണ്ട. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടും. അതിനകത്ത് നിങ്ങൾ സന്തോഷിക്കും, പലരും അത് സന്തോഷിക്കും. നിങ്ങളുടെ നിന്ദകളെ ദൈവം ഉരുട്ടി മാറ്റും. നിങ്ങളുടെ ശുശ്രൂഷ കാലത്തിന്റെ മറുപടി, നിങ്ങളുടെ ശുശ്രൂഷ കാലത്തിന്റെ നിന്ദയുടെ മറുപടി എന്റെ സ്വർഗത്തിലെ ദൈവം പരസ്യമായി വെളിപ്പെടുത്തി തന്ന് മാനിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഈ പ്രഭാതത്തിൽ അവരുടെ മേൽ വെളിപ്പെടട്ടെ. അപ്പൊ അവരുടെ ശുശ്രൂഷക്കാലം തികഞ്ഞ ശേഷം കർത്താവെ, അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. കർത്താവെ, ഈ പ്രഭാതത്തിൽ കർത്താവെ, ചിലരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തണം. ഏറെ നാളായി കണ്ണുനീരോട് ദൈവസന്നി പ്രാർത്ഥിച്ച് ദൈവത്തോട് വിട്ടുപിരിയാതെ കർത്താവിന്റെ സന്നി വിശ്വസ്തയോടെ പരമാർത്ഥത്തോടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ അപ്പന്റെ കരങ്ങളിലേക്ക് തരുന്നു. അവരുടെ മനുഷ്യരുടെ ഇടയിലുള്ള നിന്നയെ എന്റെ സ്വർഗത്തിലെ അപ്പൻ ഈ പകൽക്കാലം എടുത്തു കളയണം. നിന്ന് നീങ്ങിപ്പോക്കട്ടെ, മാനിക്കപ്പെടട്ടെ, ഉയർച്ച പ്രാപിക്കട്ടെ, നിന്നയെ നീക്കി. ഹല്ലേലൂയ. അതിനകത്തൊരു മാനം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ നിന്നയെ നീക്കി
ഓ മാന്യതയുടെ ഒരു പുതപ്പ് യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. കടാശങ്ങൾ വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. തന്റെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.